നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയതാണ്. കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ നിന്നാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബിസിനസ് പങ്കാളി ജോമോനും കൊട്ടേഷൻ സംഘത്തിലെ രണ്ടുപേരും പോലീസിന്റെ പിടിയിലായി. പ്രതി ജോമോനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് വീടിന് പുറത്തിറങ്ങിയ ബിജു ജോസഫിനെ 4-അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. വാഹനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ബിജുവിനെ കലയന്താനിയിലുള്ള കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിനുള്ളിൽ മറവ് ചെയ്തു. ബിജുവിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സംഭവ ദിവസം എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലെത്തിയ കാപ്പ കേസ് പ്രതിയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. കച്ചവട പങ്കാളിയായ ജോമോനുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കത്തെപ്പറ്റി ബിജുവിന്റെ ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ജോമോൻ, മുഹമ്മദ് അസ്ലം, ബിബിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കലയന്താനിയിലെ കേറ്ററിംഗ് ഗോഡൌണിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി. കലയന്താനിയിൽ ബിജുവും ജോമോനും നടത്തിയിരുന്ന ദൈവമാതാ കേറ്ററിംഗ് സർവീസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണം. ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റം സമ്മതിച്ചു. കേസിലെ 4-ാം പ്രതിയായ ആഷിഖ് കാപ്പ കേസിൽ എറണാകുളത്ത് റിമാൻഡിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 ഇടുക്കി. ആശാ വർക്കേഴ്സ് ഉയർത്തുന്ന വിഷയങ്ങളിൽ കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്താനില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കൂട്ട ഉപവാസത്തിലേക്ക് കടക്കുകയാണ് ആശമാർ. ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ ഇനിയും അനുമതി തേടുമെന്നും മന്ത്രി. അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ, അതിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ആശാ വർക്കേഴ്സ് സമരം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കാനാണ് തീരുമാനം. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 24-ാം തീയതി ഇവിടെ കടന്നെത്തുന്ന മുഴുവൻ ആശാ വർക്കർമാരും അതോടൊപ്പം നമ്മളെ പിന്തുണച്ചു വന്ന മുഴുവൻ സംഘടനകളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കൂട്ട ഉപവാസമാണ്. അന്നേ ദിവസം ജില്ലകളിൽ അതത് സെന്ററുകളിൽ ആശാ വർക്കർമാർ ഈ ഉപവാസത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ നിരാഹാര സമരം തന്നെ അതൊരു സംസ്ഥാനതല നിരാഹാരമായി മാറാൻ പോവുകയാണ്. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരവേദി സന്ദർശന വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരണവുമായി എത്തി. ആശാ വർക്കേഴ്സിനെ താൻ കണ്ടത് ആത്മാർത്ഥമായെന്ന് സുരേഷ് ഗോപി. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി. അവരുടെ ആത്മാർത്ഥമായിട്ടാണ് പോയത്. ആ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാവും. പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞല്ല, ആ പറഞ്ഞത് തന്നെയാണ്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കാസർഗോഡ് നിന്നുള്ള ആശാ വർക്കേഴ്സ് സമരവേദിയിലെത്തി. കന്നഡയിൽ മുദ്രാവാക്യം വിളിച്ച് ഐക്യദാർഢ്യം. രാപ്പകൽ സമരത്തിന് 41-ാം ദിവസവും നിരാഹാര സമരത്തിന്റെ 3-ാം ദിവസവുമായി ഇന്ന് കോൺഗ്രസ് നേതാക്കളും സമരപ്പന്തലിലെത്തി. 24 തിരുവനന്തപുരം. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില കൊലപാതകവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ഗ്രേഡ് SI നൌഷാദിന് സസ്പെൻഷൻ. ഭർത്താവ് യാസിറിനെതിരെ ഷിബില നൽകിയ പരാതി കൈകാര്യം ചെയ്തതിൽ വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലാണ് നടപടി. പോലീസിനെതിരെ ഷിബിലയുടെ കുടുംബം പരാതിയുമായി എത്തിയിരുന്നു. ലഹരിക്കടിമയായ ഭർത്താവ് യാസിറിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിനൊന്നും എൻ്റെ മോളെ പെട്ട് ജീവനുണ്ടാവുമായിരുന്നു. കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പോലീസിന്റെ വകുപ്പുതല നടപടി. താമരശ്ശേരി ഗ്രേഡ് SIയും സ്റ്റേഷൻ PROയുമായ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയ റൂറൽ SP KE ബൈജു സസ്പെൻഷൻ ഓർഡർ കൈമാറിയെന്നാണ് വിവരം.
യാസിറിന്റെ ആക്രമണത്തിൽ പരുക്കേറ്റ ഷിബിലിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയത്. അതേസമയം പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. 24 കോഴിക്കോട്. കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ നിരപരാധികൾ എന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. നിരപരാധികളെ രക്ഷിക്കാൻ പാർട്ടി അപ്പീൽ നൽകും. TP കേസ് കുറ്റവാളി TK രജീഷിനെ പിന്നീട് പ്രതി ചേർത്തതാണ്. പ്രതികൾ അപരാധം ചെയ്തു എന്നതിൽ വസ്തുതയില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. അതിന് നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. അത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് CPIMകാരുടെ പേരിലെടുത്ത കേസ്. അതിലിപ്പം ജയിലിലെത്തിയ ഒരാൾ ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാവണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. 3 പേർ തുടർച്ചയായി ചികിത്സ തേടി ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ ആശുപത്രി ചിലപ്പോൾ വീട് എന്ന നിലയിൽ പരിചരണം ലഭിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതെല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു വസ്തുതക്ക് ഇവരെന്തെങ്കിലും ഒരു അപരാധം ചെയ്തതിന് വസ്തുതയില്ല. പെരുമ്പിലാവ് കൊലപാതകത്തിലെ മുഖ്യപ്രതിയെ ലിഷോയെ പോലീസ് പിടികൂടിയത് അതിസാഹസികമായി. നേരം പുലരുന്നതുവരെ വീടിന് പിന്നിലെ കുറ്റിക്കാട്ടിലെ കുളത്തിലായിരുന്നു ലിഷോയ് ഒളിച്ചിരുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സിനിമാ സ്റ്റൈലിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇന്നലെ രാത്രി മുതൽ മുഖ്യപ്രതി ലിഷോയ്ക്ക് വേണ്ടി വ്യാപക തിരച്ചിലായിരുന്നു പോലീസ് നടത്തിയത്. പക്ഷെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. നേരം പുലർന്നു തുടങ്ങി. സമയം 6:10. ലിഷോയുടെ ടവർ ലൊക്കേഷൻ പുലർച്ചെ വീടിന് സമീപം ലഭിച്ചിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. സമീപത്തെ പാടവരമ്പിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കുളത്തിൽ ഒളിച്ചിരിക്കുന്ന ലിഷോയ് പുറത്തു ചാടുന്നത്. പ്രതിക്ക് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞു. 500 മീറ്റർ ദൂരം ഓടിയ ലിഷോയെ പിന്നീട് കണ്ടില്ല. സമീപത്തെ വീടുകളിൽ കയറാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ 300 മീറ്റർ ചുറ്റളവിൽ പോലീസ് അരിച്ചു പെറുക്കി. പോലീസ് കാടിളക്കി തെരച്ചിൽ നടത്തുമ്പോൾ സമീപത്തെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വീണ്ടും ലിഷോയ്. പോലീസ് സമീപത്തില്ലെന്ന് കണ്ട പുറത്തു ചാടി. പക്ഷേ പിടി വീണു. ബലപ്രയോഗം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഏറെ സാഹസികമായി പോലീസ് വരുതിയിലാക്കി. പ്രതിയെ മേഖലയിൽ അധികനേരം നിർത്തിയാലുള്ള സുരക്ഷാ ഭീഷണികൾ മുന്നിൽ കണ്ട പോലീസ് ഞൊടിയിടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ സാഹസികമായി പിടികൂടിയ പോലീസിനെ പ്രതി തന്നെ പ്രശംസിച്ചു. ഒരു രാത്രി ലിഷോയ് ചിലവഴിച്ചത് ഈ കുളക്കരയിലാണ്. രാവിലെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടുന്നത് പോലീസ് ഏറെ പണിപ്പെട്ടു. ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശൂരിൽ നിന്നും സൂരജ് ജി, 24. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. ഗുരുതരമായി പരിക്കേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 തോക്കുകളും കമ്പി വടികളുമായിട്ടാണ് അക്രമി സംഘം എത്തിയതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് വെടിയേറ്റത്. സംഘർഷത്തിൽ ലുക്മാന്റെ സുഹൃത്തുക്കൾക്കും പരുക്കുപറ്റിയിട്ടുണ്ട്. ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പരുക്കേറ്റവർ പറഞ്ഞു. ലുക്മാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, നമ്മളൊക്കെ സുഹൃത്താണ്. ഇവിടെ വെടി കൊണ്ടിട്ട് ഇതിൽ തുളഞ്ഞാണ് പോയി. പോകാൻ പറയണേ, എടാ എനിക്ക് വെടി കൊണ്ടുകണേ. പിന്നെ ഒരു സൗണ്ടില്ല, മുഖമൊക്കെ നീര് വന്ന്. ഇരുമ്പ് വടിയൊക്കെ ആയിട്ട് അടി, കാലിനടിയിട്ടിട്ട് കാല് പൊട്ടിക്കണേ. അതേപോലെ മൂക്കിനെ ഇപ്പോൾ പിന്നെ CT സ്കാൻ എടുത്തപ്പോൾ അതിൽ പൊട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതേപോലെ കയ്യിന് ചെറിയൊരു ചതവുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ടൈമിലായി അടിക്കണം. എന്തിനാ അടിച്ച് എങ്ങനെ അടിച്ചൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇവരെന്തിനു വന്ന് അടിച്ചു എന്നുള്ളത്. ഇവരുടെ അടുത്ത് തോക്കൊക്കെയാണ്. നാട്ടിലിപ്പോൾ ഒരാൾ തോക്കും കൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും റൗഡീസം തന്നെയാണല്ലോ. നമ്മളിത് പ്രതീക്ഷിക്കണം കൂടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിലൊരു വ്യക്തിൻ്റെ കയ്യിൽ തോക്ക് കാണുന്നത്. പ്രദേശത്ത് നേരത്തെ നടന്ന ഉത്സവത്തിൽ പ്രാദേശികമായി ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. കൊടമശ്ശേരിയും ചെമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം. ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം.
സംഘർഷത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം ബ്യൂറോക്കൊപ്പം 24 കോഴിക്കോട്. ഒറ്റമൂലി രഹസ്യമറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവ് ശിക്ഷ. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാബാസ് ഷെരീഫ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികളുടെ ശിക്ഷ ഇങ്ങനെ. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ് 13 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഗൂഢാലോചന, തടവിൽ പാർപ്പിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. 2,45,000 രൂപ പിഴയൊടുക്കണം. 2-ാം പ്രതി ശിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും ശിക്ഷ, 60,000 രൂപ പിഴ. 6-ാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 30,000 രൂപ പിഴ. ശിക്ഷാവിധിയിൽ തൃപ്തിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൃഷ്ണൻ നമ്പൂതിരി. എനിക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി കാര്യം. പൊതുവേ നല്ല ഒരു വിധിയാണ്. ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ പറ്റും. വിചാരണ നേരിട്ട 12 പേരിൽ 9 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിൽ അപ്പീൽ പോകുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിഴയായി ഒടുക്കുന്ന പണം ഷാബാസ് ഷെരീഫിന്റെ കുടുംബത്തിന് കൈമാറണം. ഒറ്റമൂലിയുടെ രഹസ്യമറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ 2019 തട്ടിക്കൊണ്ടുവരികയും 2020 ഒക്ടോബർ വരെ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളി എന്നതാണ് കേസ്. ശാസ്ത്രീയ പരിശോധനകളുടെയും മൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കേസന്വേഷണത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. അൻപത്തിയാറ് വർഷം മുൻപ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ തോമസ് ചെറിയാന്റെ പത്തനംതിട്ട ഇലന്തൂരിലുള്ള സ്മൃതി കുടീരം സന്ദർശിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. 56 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയത്. SKN40യുടെ പത്തനംതിട്ട പര്യടനത്തിനിടയിലായിരുന്നു സ്മൃതി കുടീരത്തിൽ എത്തിയത്. ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള SKN40 കേരള യാത്രയുടെ പത്തനംതിട്ടയിലെ പര്യടനത്തിനിടെയാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെത്തിയത്. ഇവിടെയാണ് ധീരജവാൻ തോമസ് ചെറിയാന്റെ ശവകുടീരം. കരസേന സൈനിക പരിശീലനം പൂർത്തിയാക്കി ആദ്യ നിയമനം ലഭിച്ച സ്ഥലത്തേക്കുള്ള യാത്രയിൽ 1968 ഫെബ്രുവരി 7-നായിരുന്നു അപകടം. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ വിമാനം തകർന്ന് തോമസ് ചെറിയാനെയും മറ്റ് സൈനികരെയും കാണാതാവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരിൽ മിക്കവരുടെയും മൃതദേഹം കണ്ടെത്തിയെങ്കിലും തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്താൻ വൈകി. നീണ്ട തിരച്ചിലിനൊടുവിൽ 56 വർഷങ്ങൾക്കു ശേഷം 2024 ഒക്ടോബറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചു. ആ കല്ലറയ്ക്കരികിലേക്കാണ് SKN-ഉം ടീം 24-ഉം എത്തിയത്. തോമസ് ചെറിയാന്റെ ബന്ധുക്കളും പള്ളിവികാരിയും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. തോമസ് ചെറിയാന്റെ ഓർമ്മകൾ കൂടപ്പിറപ്പുകൾ പങ്കുവച്ചു. അന്ന് എനിക്ക് 12-13 വയസ്സ് കാണും. 68 ഫെബ്രുവരി 7-ാം തീയതി ഇതുണ്ടാകുന്നത്. അന്നേരം അച്ചായൻ ഈ രാവിലെ ഈ പത്രം എടുത്ത് അച്ചായൻ പറയുകയും ചെയ്തു, തേണ്ടി തോമസ് ചെറിയാന് പേരുണ്ടായിരുന്നു, ഇങ്ങനെ ലഡാക്കിലെ ലേയിലേക്ക് പോയ പ്ലെയിന് കാണാതായി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അച്ചായൻ അന്നേരം പേര് നോക്കിയപ്പോൾ നമ്മുടെ പേരും സംഭവിക്കുന്നത്. തോമസ് ചെറിയാന്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചായിരുന്നു മടക്കം. 24 പത്തനംതിട്ട.
24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരളയാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത് ലഭ്യമാണ്. അടുത്ത വാർത്തയിലേക്ക്. സംസ്ഥാനത്തെങ്ങും ശക്തമായ വേനൽ മഴയും കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ലഭിക്കുന്നുണ്ട്. മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിലും തിരുവനന്തപുരം കുന്നത്തുകാലും മരം കടപുഴകി വീണ നാശനഷ്ടമുണ്ടായി. മലപ്പുറത്ത് ടിപ്പർ ലോറിക്കും കാറിനും മുകളിൽ മരം വീണു. പാലക്കാട് ഷൊർണൂർ കുളപ്പുള്ളിയിൽ ഇടിമിന്നലേറ്റ് തെങ്ങിന് തീപിടിച്ചു. മുതുതല പുത്തൻകവലയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുത പോസ്റ്റ് കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ഇവിടെ തെങ്ങ് കടപുഴകി കാറിന് മുകളിലേക്ക് വീണു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. 24 തിരുവനന്തപുരം. ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ പറ്റുന്ന കേരളത്തിൽ മരണനിരക്ക് വളരെ കുറവെന്ന് മന്ത്രി സജി ചെറിയാൻ. മരണസംഖ്യ കുറയുന്നതാണ് പ്രശ്നമെന്നും മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം. പെൻഷൻ പറ്റിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. മരണസംഖ്യ വളരെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ മരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരോഗ്യ പരിപാലനത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റാണ്. അതും പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല, മരിക്കുന്നത് വളരെ കുറവാണ്. 80, 85, 90, 95, 100. എന്റെ അമ്മയ്ക്ക് 94. 50,000 രൂപക്കുള്ള പെൻഷൻ ഇപ്പൊ മേടിക്കുക അപ്പന്റെ അമ്മയുടെ കൂടെ. ഞാൻ തന്നെ ചോദിക്കാറ്, എന്റെ പൊന്നു നല്ല നിങ്ങൾക്ക് നീ കാലല്ലേ ഉള്ളു, എന്റെ പൊന്നു മേടിക്കാതിരിക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് ജോലി ചെയ്തല്ലേ. 50,000 ആവശ്യമുള്ളൂ. കാരണം വീട്ടിലോ കടന്നേ മതി. 94 വയസ്സിന് അമ്മയെ കൊണ്ട് മരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്റെ അമ്മ ജീവനോട് 25 കൊല്ലം കൂടെ ജീവിക്കണം. അത്രയും സഹായം സർക്കാർ വന്ന് നമ്മളതിൽ പ്രശ്നം ചെയ്തിട്ടുള്ളൂ. നമുക്ക് ജീവിക്കുന്നു. ഇതാണ് പ്രശ്നം. ആളുകളുടെ മരണസംഖ്യ കുറവ്. അപ്പം പെൻഷൻ അണ്ണക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നാളെ ആർക്കും വിഷമം പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുകയാണ്.